ഹോർമുസ് കടലിടുക്ക് വഴി യുഎസിന്റെയും ഇസ്രായേലിന്റെയും ഒഴിച്ച് മറ്റെല്ലാ കപ്പലുകൾക്കും യാത്ര ചെയ്യാമെന്ന നിർണായക പ്രഖ്യാപനം ഇറാൻ വിദേശകാര്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. തങ്ങളുടെ ശത്രു രാജ്യങ്ങൾക്കും അവരുടെ സഖ്യകക്ഷികൾക്കും മാത്രമാണ് വിലക്കുള്ളതെന്നും വിശദീകരണം വരുന്നുണ്ട്. ഹോർമുസിന്റെ സുരക്ഷയ്ക്കായി ലോകരാജ്യങ്ങൾ തങ്ങളുടെ നാവിക കപ്പലുകൾ അയക്കണമെന്നാണ് ട്രംപ് ആവശ്യപ്പെട്ടിരുന്നത്. ഇന്നലെ ഇറാന്റെ പരമോന്നത നേതാവ് ജീവനോടെ ഉണ്ടെങ്കിൽ ഉടൻ കീഴടങ്ങാനും ട്രംപിന് നിർദ്ദേശമുണ്ട്. ഇതിനിടെ ഇറാനിലെ പ്രധാന നഗരങ്ങളിൽ രാത്രിയും US ആക്രമണം രൂക്ഷമായിരുന്നു. 15ഓളം ആളുകൾ കൊല്ലപ്പെട്ടു. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെയും ആക്രമണമുണ്ടായി. അജയ് സുധാ ബിജു ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. അജയ്, ഇപ്പോൾ ഇത് ഇന്ത്യക്ക് വളരെ ആശ്വാസകരമായ ഒരു തീരുമാനമാണ് ഇറാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. കാരണം വലിയ പ്രതിസന്ധി നമ്മൾ അഭിമുഖീകരിക്കുകയായിരുന്നു. ഇറാന്റെയും ഇസ്രായേലിന്റെയും കപ്പലുകൾ ഒഴിച്ച് ബാക്കി എല്ലാ കപ്പലുകൾക്കും ഇത്തരത്തിൽ യാത്ര ചെയ്യാം എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ ഇനിയുള്ള കപ്പലുകൾ കൂടി കടന്നു വരും ഹോർമുസ് വഴി എന്ന് കരുതണം. തീർച്ചയായിട്ടും ഇറാന്റെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള അബ്ബാസ് അറക്ചിയാണ് നിലവിൽ ഇത്തരം ഒരു വിശദീകരണം നൽകിയിട്ടുള്ളത്. അദ്ദേഹം ഒരു അന്താരാഷ്ട്ര മാധ്യമത്തിന് നൽകിയിട്ടുള്ള അഭിമുഖത്തിലായിരുന്നു ഈ പരാമർശം. അതായത് അബ്ബാസ് അറക്ചി വ്യക്തമാക്കിയത് ലോകരാജ്യങ്ങളെ ഒട്ടാകെ ഈ ട്രംപും അതുപോലെ തന്നെ ബെഞ്ചമിൻ നെതന്യാഹുവും ഇറാനെതിരാക്കാൻ നോക്കുകയാണ്. ഈ ഹോർമുസ് കടലെടുക്ക് പൂർണ്ണമായി അടഞ്ഞു കിടക്കുകയാണ് എന്നുള്ള പ്രതീതി ജനിപ്പിച്ചുകൊണ്ട്. എന്നാൽ ഇത്തരമൊരു കാര്യം അത് സത്യമല്ല. ഹോർമുസ് കടലെടുക്ക് അത് ഇപ്പോഴും തുറന്നു തന്നെയാണ് കിടക്കുന്നത്. ഹോർമുസ് കടലെടുക്ക് അടച്ചതായി അങ്ങനെ ഇറാൻ പ്രഖ്യാപിച്ചിട്ടില്ല. അത് അടഞ്ഞു കിടക്കുന്നത് ഇറാനും അമേരിക്കയ്ക്കും മാത്രമാണ്. അല്ലാതെ മറ്റെല്ലാ രാജ്യങ്ങളുടെ കപ്പലുകൾക്കും ഹോർമുസ് കടലെടുക്ക് വഴി പഴയതുപോലെ തന്നെ യാത്ര ചെയ്യാമെന്നാണ് അബ്ബാസ് അറക്ചി വ്യക്തമാക്കിയിട്ടുള്ളത്. അതേസമയം തങ്ങളുടെ ശത്രു രാജ്യങ്ങളും അതുപോലെ തന്നെ അവരെ സഹായിക്കുന്ന സഖ്യകക്ഷികളുടെ കപ്പലുകൾക്കും ഇതുവഴി തീർച്ചയായിട്ടും വിലക്കുണ്ട് എന്നുകൂടി അബ്ബാസ് അറക്ചി വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം ട്രംപിന്റെ 2 ട്രൂത്ത് സോഷ്യൽ പോസ്റ്റുകൾ കഴിഞ്ഞ ദിവസം രാത്രി പുറത്തു വന്നിരുന്നു. അതിൽ ആദ്യത്തെ ഒരു പോസ്റ്റിൽ അദ്ദേഹം അവകാശപ്പെട്ടത് നിരവധി രാജ്യങ്ങൾ തങ്ങളുടെ യുദ്ധക്കപ്പലുകളെ ഹോർമുസ് കടലിടുക്കിലേക്ക് അയക്കാൻ സന്നദ്ധത അറിയിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ഈ കടലിടുക്കിന്റെ സുരക്ഷ അത് ലോകരാജ്യങ്ങളുടെ കൂടി ഉത്തരവാദിത്തമാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ട്രംപിന്റെ ആദ്യം ഒരു പോസ്റ്റ് വന്നിരുന്നു. ഇതിൽ അദ്ദേഹം വ്യക്തമാക്കിയത് ചൈന, ഫ്രാൻസ്, ജപ്പാൻ, സൗത്ത് കൊറിയ, UK ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾ ഇവിടേക്ക് കപ്പലുകളെ അയക്കും എന്നാണ് തങ്ങളുടെ പ്രതീക്ഷ എന്ന് US വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഈ ട്രംപിന്റെ ഈ പോസ്റ്റിന് പിന്നാലെ ചൈനയും അതുപോലെ UK, ഫ്രാൻസ് എന്നീ രാജ്യങ്ങൾ തങ്ങൾ നാവികസേന കപ്പലുകളെ ഹോർമുസിലേക്ക് അയക്കുന്നില്ല എന്ന് ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. അതുപോലെ ട്രംപിന്റെ ആ ഒരു വാദത്തെ പൂർണ്ണമായിട്ടും ഈ 3 രാജ്യങ്ങളും തള്ളിക്കളയുകയും ചെയ്തിട്ടുണ്ട്. അതിന് പിന്നാലെ ട്രംപ് മറ്റൊരു പോസ്റ്റ് കൂടി ട്രൂത്ത് സോഷ്യലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ട്രംപ് പറഞ്ഞത് ഈ ഇറാനെ US പൂർണ്ണമായിട്ടും എല്ലാ വിധത്തിലും തകർത്ത് കഴിഞ്ഞു. അവരെ ഇപ്പോൾ ആർമി പരമായിട്ടും അവരെ സാമ്പത്തികപരമായിട്ടും പൂർണ്ണമായിട്ടും തകർത്ത് കഴിഞ്ഞു. ഈ ഹോർമുസ് കടലെടുക്ക് വഴി ക്രൂഡ് ഓയിൽ വാങ്ങുന്ന എല്ലാ രാജ്യങ്ങളുടെയും കൂട്ടുത്തരവാദിത്തമാണ് ഈ മേഖലയുടെ സുരക്ഷ എന്ന് പറയുന്നത്. ഇതിനുവേണ്ടി US തങ്ങളുടെ എല്ലാവിധ സഹായങ്ങളും നൽകാൻ തയ്യാറാണ്. മറ്റ് രാജ്യങ്ങൾ കൂടി തങ്ങളുടെ കപ്പലുകളെ ഇവിടേക്ക് അയക്കണം എന്നുള്ള കുറച്ചുകൂടി ഒരു അഭ്യർത്ഥന നിറഞ്ഞ സ്വരവുമായി ട്രംപ് രണ്ടാമതൊരു പോസ്റ്റുമായി വന്നിരുന്നു. അതിന് പിന്നാലെ അദ്ദേഹം മറ്റൊരു NBC ന്യൂസിനൊരു അഭിമുഖം നൽകിയിരുന്നു. ഒരു ടെലിഫോണിക് ഇൻ്റർവ്യൂ ആയിരുന്നു. അതിൽ അദ്ദേഹം പറഞ്ഞത് ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് അദ്ദേഹം ജീവനോടെ ഉണ്ടെങ്കിൽ അദ്ദേഹം ഉടൻ തന്നെ കീഴടങ്ങണം. അതാണ് അദ്ദേഹത്തിൻ്റെ രാജ്യത്തിന് വേണ്ടി ചെയ്യാൻ കഴിയുന്ന ഏക കാര്യം എന്നും ട്രംപ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ട്രംപ് സൂചിപ്പിച്ച മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇറാൻ ഈ ഹോർമുസ് കടലിടുക്കിലുള്ള നിയന്ത്രണം അത് പൂർണ്ണമായിട്ടും അവസാനിപ്പിക്കണമെന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇറാൻ ഇപ്പോൾ അടുത്തിടെ അവർ ഒരു ചർച്ചയ്ക്ക് സന്നദ്ധത അറിയിച്ചുകൊണ്ട് ഒരു 3 ഉപാധികൾ മുന്നോട്ട് വെച്ചിരുന്നു. എന്നാൽ ട്രംപ് പറഞ്ഞത് ഇറാനുമായി യാതൊരുവിധ ചർച്ചകൾക്കും തയ്യാറല്ല, അവർ മുന്നോട്ട് വെച്ച ഉപാധികളും അംഗീകരിക്കാനാകില്ല എന്നാണ് പറഞ്ഞത്. ഇതിനിടെ ആക്രമണവും ശക്തമായി തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇറാന്റെ വിവിധ മേഖലകളിൽ അജയ്, നമുക്ക് മനസ്സിലാക്കേണ്ട ഇറാന്റെ വിവിധ മേഖലകളിൽ ഇസ്രായേലും അമേരിക്കയും സംയുക്തമായി വീണ്ടും ആക്രമണം കടുപ്പിക്കുന്നു എന്നുള്ളതാണ്. ഇതിനിടയിൽ ഇന്നലെയൊക്കെ നേരത്തെ അജയ് പറഞ്ഞതുപോലെ ഹോർമുസ് കടലിലേക്ക് പിടിച്ചെടുക്കാൻ, അതിന് നിയന്ത്രണം ഏറ്റെടുക്കാൻ അമേരിക്ക ശ്രമം ആരംഭിച്ചിരുന്നു. മറ്റ് സഖ്യകക്ഷികളടക്കം ഇതുമായി ബന്ധപ്പെട്ട് ക്ഷണിച്ചിരുന്നു. UK അടക്കമുള്ള ആളുകളെ, ഒപ്പം ഗൾഫ് രാജ്യങ്ങളെയും ട്രംപ് ക്ഷണിച്ചിരുന്നു. പടക്കപ്പലുകളും മറ്റും അയച്ച് സഹായിക്കണമെന്നുള്ള അഭ്യർത്ഥന നടത്തിയത്. പക്ഷേ അതിനോട് അധികം രാജ്യങ്ങൾ പ്രതികരിച്ചിട്ടില്ല. പക്ഷേ അപ്പോഴും ശത്രു രാജ്യങ്ങളോടല്ലാതെ തങ്ങൾക്ക് യാതൊരു വൈരാഗ്യവുമില്ല എന്ന് ഇറാൻ പ്രഖ്യാപിക്കുകയും അതിന് പിന്നാലെ ഇറാനിൽ വീണ്ടും ആക്രമണം നടത്തുകയും ചെയ്യുകയാണ്. ഇറാന്റെ പ്രത്യാക്രമണമുണ്ടല്ലോ
ഇന്നലെ കുവൈറ്റിലടക്കം US-ന്റെ പല സൈനിക മേഖലകളിലും ഇറാൻ പ്രത്യാക്രമണം നടത്തിയെന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അത് ഗൗരവതരമാണ്. ഖത്തറൊക്കെ പറയുന്നത് പല മിസൈലുകളും ഡ്രോണുകളും തങ്ങൾ തടുത്തു എന്നാണ്. പക്ഷേ അപ്പോഴും ഒട്ടും വീര്യം കുറയാതെ ഇറാൻ പ്രത്യാക്രമണം തുടരുന്ന പശ്ചാത്തലവും ഗൗരവതരമാണ്. അതെ, തീർച്ചയായിട്ടും. ഇപ്പോൾ ഇറാന്റെ ആക്രമണം അതും രൂക്ഷമായി തന്നെ തുടരുകയാണ്. ഇറാനുള്ളിൽ കഴിഞ്ഞ ദിവസം ചില ആക്രമണങ്ങൾ നടന്നിരുന്നു. വിവിധ പ്രവിശ്യകളിലായി 15 പേർ കൊല്ലപ്പെട്ടു എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇറാന്റെ പ്രധാനപ്പെട്ട എണ്ണ കയറ്റുമതി കേന്ദ്രമായിട്ടുള്ള ഖാർഗ് ഐലൻഡിലും US-ഉം ഇസ്രായേലും ഒരു സംയുക്ത ആക്രമണം നടത്തിയിരുന്നു. അപ്പോൾ ഇതുൾപ്പെടെ അബ്ബാസ് അരക്ചി അദ്ദേഹം നടത്തിയിട്ടുള്ള അഭിമുഖത്തിൽ വ്യക്തമാക്കുകയുണ്ടായി. അതായത് ഈ ഖാർഗ് ഐലൻഡിലുണ്ടായിട്ടുള്ള ആക്രമണം അത് ഒരിക്കലും ക്ഷമിക്കാനാകുന്നതല്ല. ജനവാസ മേഖലയോട് വളരെ അടുത്തുള്ള ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മേഖലകളിലാണ് ഇത്തരത്തിൽ US-ഉം ഇസ്രായേലും ആക്രമണം നടത്തിയത്. ഇതിന് തീർച്ചയായിട്ടും തിരിച്ചടി ഉണ്ടാകുമെന്നും അബ്ബാസ് അരക്ചി പറഞ്ഞിരുന്നു. ഈ ഖാർഗ് ഐലൻഡിലുള്ള ഈ എണ്ണ വിതരണ കേന്ദ്രത്തിന് നേരെ ആക്രമണം ഉണ്ടായതിന് പിന്നാലെ UAE-യിലുള്ള ഈ ഫുജൈറ ഓയിൽ റിഫൈനറി കേന്ദ്രത്തിൽ ഒരു തീപിടുത്തമുണ്ടായി. അത് ഇറാന്റെ ഡ്രോൺ ആക്രമണത്തിലായിരുന്നു ഇവിടെ ഒരു തീപിടുത്തമുണ്ടായത്. ഇതിൽ ഒരു ജോർദാൻ സ്വദേശിക്ക് പരിക്കേൽക്കുന്ന സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ട്. അതിന് പിന്നാലെ കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലും ഇറാന്റെ ഡ്രോൺ ആക്രമണം ഉണ്ടായി. ഈ ഡ്രോൺ ആക്രമണത്തിൽ അവിടുത്തെ റഡാർ സിസ്റ്റം അത് പൂർണ്ണമായിട്ടും തകർന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുപോലെ ഇറാന്റെ സൈനിക വിഭാഗമായിട്ടുള്ള IRGC-യുടെ ഭാഗത്ത് നിന്ന് ഒരു നിർദ്ദേശം വന്നിട്ടുണ്ട്. അതായത് ഗൾഫ് നാടുകളിലുള്ള ഈ US ഈ റിഫൈനറികൾക്ക് സമീപവും അതുപോലെ തന്നെ എണ്ണ സംഭരണ കേന്ദ്രങ്ങൾക്ക് സമീപവും താമസിക്കുന്ന ജനങ്ങളോട് എത്രയും വേഗം മേഖലയിൽ നിന്ന് ഒഴിഞ്ഞു പോകണം എന്നാണ് IRGC ഒരു നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ US-ന്റെ പ്രധാനപ്പെട്ട ബിസിനസ് കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുമെന്നും അബ്ബാസ് അരക്ചിയും വ്യക്തമാക്കിയിരുന്നു. ഇപ്പോൾ ഇതിനെ തുടർന്ന് മേഖലയിലൊട്ടാകെ കൂടുതൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുകയാണ്. പല രാജ്യങ്ങളിലേക്കും ഇതിന് പിന്നാലെ ഡ്രോൺ ആക്രമണവും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ UAE അതുപോലെ ഖത്തർ, ജോർദാൻ, പിന്നെ സൗദി അറേബ്യ ഇവിടങ്ങളിലൊക്കെ ഡ്രോൺ ആക്രമണം ഉണ്ടായി. സൗദി അറേബ്യ ഇന്ന് രാവിലെ മാത്രം 3 ഡ്രോണുകളെ ഇന്റർസെപ്റ്റ് ചെയ്ത് നശിപ്പിച്ചു എന്നുള്ള വാർത്തകളാണ് നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ US-ന്റെ ഒരു റീഫ്യൂവലിംഗ് വിമാനം ഇറാഖിൽ തകർന്നു വീണു എന്നുള്ള വാർത്തകൾ നമ്മൾ അടുത്തിടെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിലുള്ള 6 സൈനികരും ഈ വിമാനത്തിൽ ഉണ്ടായിരുന്ന 6 സൈനികരും കൊല്ലപ്പെട്ടതായി US നിലവിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതിന്റെ ഉത്തരവാദിത്തം കഴിഞ്ഞ ദിവസം ഏറ്റെടുത്തത് ഇറാഖിലെ ഒരു സായുധ സേനയായിട്ടുള്ള ഇസ്ലാമിക് റെസിസ്റ്റൻസ് ആണ്. അതുപോലെ ഇറാന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള മറ്റൊരു പ്രതികരണം എന്ന് പറയുന്നത് ചില സൗഹൃദ രാജ്യങ്ങൾ തങ്ങളുടെ തുർക്കി അതുപോലെ ഇറാഖ് അടക്കമുള്ള തങ്ങളുടെ സൗഹൃദ രാജ്യങ്ങളിലേക്ക് US-ഉം ഇസ്രായേലും ഇറാന്റെ അതേപോലെയുള്ള ഡ്രോണുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തുന്നു. എന്നിട്ട് ഇതിന്റെ ഉത്തരവാദിത്തം ഇറാന്റെ തലയിലിടാൻ വേണ്ടി ശ്രമിക്കുകയാണെന്നാണ് ഇറാന്റെ ഖദം അൽ അബിയ എന്ന് പറയുന്ന മിലിറ്ററി വിങ് അറിയിച്ചിട്ടുള്ളത്. അവരുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള ഒരു പ്രസ്താവന കൂടിയാണിത്. തുർക്കിയിൽ നടന്നിട്ടുള്ള ആക്രമണത്തിൽ ഉൾപ്പെടെ തുർക്കി ഇറാന് കടുത്ത രീതിയിലുള്ള ഒരു മുന്നറിയിപ്പ് ഉൾപ്പെടെ നൽകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇറാന്റെ ഈ മറുപടി എന്ന് കൂടി പറയുന്നത്. തീർച്ചയായും അതാണ് സാഹചര്യം. ഏതായാലും ആക്രമണത്തിന് കുറവില്ല. പ്രസ്താവനകൾ ട്രംപിന്റെ ഭാഗത്ത് നിന്ന് വീണ്ടും ഉണ്ടാകുന്നുണ്ട്. ഇറാനും ഒട്ടും വിട്ടുകൊടുക്കുന്നില്ല എന്നുള്ളതും ഏറെ പ്രധാനപ്പെട്ട ഒന്നാണ്.